ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് എല്ലാവരും കേട്ട് കാണുമല്ലോ. ഇല്ലെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഫോൺ വാങ്ങിക്കുന്ന സമയത്ത് ഒരു ഫോണിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 4000 mAh, 5000 mAh, 6000 mAh അല്ലെങ്കിൽ 2000 mAh ആവട്ടെ, എന്തെങ്കിലും ആവട്ടെ, ആ mAh അല്ലെങ്കിൽ ആ ബാറ്ററി ബാക്കപ്പ് തന്നെ നമ്മളൊരു ഫോൺ വാങ്ങിച്ച് കഴിഞ്ഞാൽ 2 വർഷം അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ അതേ ബാക്കപ്പ് തന്നെ കിട്ടുന്നുണ്ടോ ആ ബാറ്ററിക്ക്? അപ്പോൾ അത് നമുക്ക് കുറച്ച് ടിപ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അത്രയും നാളത്തെ എക്സ്റ്റെൻഡ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ടിപ്സ് എന്താണെന്നൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അതിനു മുന്നേ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് വണ്ണ് ടിപ്പായിട്ട് ഞാൻ കൂട്ടുന്നില്ല. ഇതൊരു ടിപ്പും അല്ല, ഇത് നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അറിയേണ്ട ഒരു കാര്യമാണ്. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരാൾ പുതിയ ഫോൺ വാങ്ങിക്കുക. പുതിയ ഫോൺ വാങ്ങിച്ച് കഴിയുമ്പോൾ നമ്മളിപ്പോൾ കാണും, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗാലക്സിയുടെ M21 വാങ്ങിക്കുക. അതിന് 6000 mAh ബാറ്ററി ഉണ്ട്. പക്ഷെ വാങ്ങിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു 3000 mAh അല്ലെങ്കിൽ 3500 mAhൻ്റെ ബാറ്ററിയെ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇത് എല്ലാവരും പറയുന്നത് സാംസങ്ങിൻ്റെ പ്രശ്നമാണ്, ആ ഫോണിൻ്റെ പ്രശ്നമാണ്, ഇന്ത്യയിൽ ഉണ്ടാക്കുന്നുണ്ടോ വിഷയമാണ് എന്നൊക്കെ പറയും. സത്യം പറഞ്ഞാൽ അതിൻ്റെ വിഷയമൊന്നും അല്ല. ഇത് വാങ്ങിച്ചു കഴിഞ്ഞ് എല്ലാ ഫോണും, പുതിയ ഏത് ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാലും ആ ഫോൺ ഒരു സൈക്കിള് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു 7 ദിവസം അല്ലെ ഒരു 7.5 ദിവസത്തേന് അവരൊരു സൈക്കിൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ എത്ര ആ ഫോണിനെ യൂസ് ചെയ്യുന്നു, ആ ഫോൺ നമ്മൾ എത്ര തവണ ഗെയിംസ് കളിക്കുന്നു, എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നു, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അങ്ങനെയൊക്കെ നമ്മൾ എത്ര വട്ടം കയറുന്നു, അതെല്ലാം കൂടെ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ട് ആ ഒരാഴ്ച കഴിയുമ്പോഴത്തേനും പക്ക 6000 mAh അല്ലെങ്കിൽ 5000 mAh നിങ്ങൾക്ക് ബാക്കപ്പ് നൽകും. അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോണ് ഒരു ബാറ്ററി സൈക്കിള് പ്രൊഡ്യൂസ് ചെയ്യുവാണ്. ഇതാണ് ശരിക്കും കാര്യം. ഇനി നമുക്ക് ടിപ്സുകളിലേക്ക് പോവാം. ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യങ്സ്റ്റേഴ്സ് യൂഷ്വലി ഗെയിംസ് കളിക്കും, സോഷ്യൽ മീഡിയ കയറും, എല്ലായിടത്തും കയറും. എന്നിട്ട് എന്തോ എടുക്കും, 40% ആകുമ്പോൾ ഓടി ചെന്നിട്ട് ഫോൺ എടുത്താൽ കുത്തിയിടും. അത് സത്യം പറഞ്ഞാൽ തെറ്റെന്നല്ല, ഒരു മണ്ടത്തരമാണ് കാണിക്കുന്നത്. എപ്പോഴും ഫോൺ കുത്തിയിടുമ്പോൾ ഒരു 20 അല്ലെങ്കിൽ 25% ആകുമ്പോഴേ കുത്തിയിടാവൂ. കാരണം നമ്മുടെ ബാറ്ററിക്ക് ഒരു തോന്നൽ തോന്നും. നമ്മൾ മനുഷ്യരെ പോലെ തന്നെ അപ്പോൾ ബാറ്ററിക്ക് ഒരു തോന്നൽ തോന്നും, ഇവൻ നേരത്തെ എന്തായാലും കുത്തിയിടുന്നുണ്ട്, അപ്പോൾ പിന്നെ നമുക്ക് നേരത്തെ അങ്ങ് ഡ്രെയിനായി കളഞ്ഞേക്കാം, അങ്ങനെ അങ്ങ് തോന്നും. അതാണ് അതിൻ്റെ ഒരു സൈക്കിൾ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മളൊരു 20-25% ആകുമ്പോൾ എന്ത് ചെയ്യും, അതുവരെ ബാറ്ററി നല്ലതായിട്ട് അങ്ങ് ബാക്കപ്പ് വരും. അപ്പോഴത്തേനും നമ്മൾ അപ്പോഴേ കൊണ്ട് കുത്തിയെടുത്തുള്ള ആശാൻ അറിയും. അതുകൊണ്ട് തന്നെ നിങ്ങൾ 20 അല്ലെങ്കിൽ 25% ആകുമ്പോൾ മാത്രം ബാറ്ററി കൊണ്ട് കുത്തിയിടുക. അല്ലെങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ട് ഇപ്പോൾ എവിടെയെങ്കിലും പെട്ടെന്ന് പോകണമെങ്കിൽ കൊണ്ട് കുത്തിയിടാൻ സീനില്ല. അത് ഒറ്റത്തേനെ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇതങ്ങനല്ല, നമ്മൾ വീട്ടിലൊക്കെ ഉള്ള സമയത്ത് നമ്മൾ 20-25%, അത് മാത്രമല്ല നമ്മൾ ബാറ്ററി ഊരാൻ നേരം, അതായത് ഫോണിൽ നിന്ന് ഇജക്റ്റ് ചെയ്യാൻ നേരം 80 അല്ലെങ്കിൽ 85% ആകുമ്പോൾ നമ്മൾ ഇജക്റ്റ് ചെയ്തേക്കണം. അതാണ് ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫോൺ ബാക്ക് കവർ എടുത്തിടും. അത് നല്ലതാണ്. ഫോണിന് ബാക്ക് കവർ എടുത്തിടുന്നത്, സിലിക്കണിൻ്റെ ബാക്ക് കവറുണ്ട്, ഗ്ലാസിൻ്റെ ബാക്ക് കവറുണ്ട്, എല്ലാ ബാക്ക് കവറും എടുത്ത് നമ്മൾ ഫോണിൻ്റെ മണ്ടയ്ക്കോട്ട് എടുത്ത് വെക്കും. എന്നിട്ട് നമ്മൾ അതുകൊണ്ട് ടേബിളിലോട്ട് വെക്കും, എന്നിട്ട് കുത്തിയിടും. ഫോണിൻ്റെ ഹീറ്റ് എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അറിയാമോ? ഫോണിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന്. അപ്പോൾ ഈ ഹീറ്റ് എവിടെ നിന്ന് പോകും? എപ്പോഴും നമ്മൾ CPU അല്ലെങ്കിൽ നമ്മൾ ലാപ്ടോപ്പിൽ നോക്കിയാൽ അറിയാം, നമുക്കൊരു ഫാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേ ഫാൻ തന്നെ ഈ ഫോണിനകത്തും ഉണ്ട്. പക്ഷേ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു വെന്റിലേറ്റേഴ്സ് അങ്ങനത്തെ ഒന്നും നൽകിയിട്ടില്ല. പക്ഷേ നമ്മുടെ അതിൻ്റെ CPU എന്ന് പറയുന്ന പുറയിലാണ് ഫോണിൻ്റെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഹീറ്റ് പോകണമെങ്കിൽ അതിന് സ്ഥലം വേണം, സ്പേസ് വേണം. അപ്പോൾ നമ്മൾ ഈ കവർ ഇട്ട് കഴിയുമ്പോൾ സ്പേസ് ഇല്ല, അതിന് ഹീറ്റ് പോകാൻ സ്പേസ് ഇല്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ചാർജ് ചെയ്യാൻ നേരം ആ കവർ ഊരി മാറ്റിയിട്ട് എപ്പോഴും കുത്തിയിടാവും, അല്ലെങ്കിൽ അതിന് ഹീറ്റ് പോകാൻ സ്ഥലം കാണത്തില്ല. അതാണ് നിങ്ങളുടെ ടിപ്പ് നമ്പർ 2. തേർഡ് ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വലിയൊരു സംശയമുള്ള ഫോൺ കൂടുതൽ നേരം ചാർജ് ചെയ്തിട്ടാൽ ബാറ്ററി വീർത്ത് പൊട്ടി അങ്ങ് പാളീസാവുമോ, അല്ലെങ്കിൽ ഫോണിൻ്റെ ബാറ്ററി അങ്ങ് ഡ്രെയിനായി പോവോ? ഒരിക്കലും ഇല്ല. പണ്ടായിരുന്നെങ്കിൽ ആ അവസ്ഥയുണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയേ ഇല്ല. ഇപ്പോൾ ലിഥിയം അയോൺ ബാറ്ററീസാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും, അതായത് ഓവർനൈറ്റൊക്കെ നമുക്ക് ചാർജ് ചെയ്ത് ഇടാൻ സാധിക്കും. പക്ഷേ അന്നും പറഞ്ഞ് ഒരു 2 ദിവസം ഒരുമിച്ച് അങ്ങ് കിടക്കട്ടെ, അല്ലെങ്കിൽ ഇത് കുത്തിയിട്ടുകൊണ്ട് അങ്ങ് ഉപയോഗിക്കാം, അപ്പോൾ എപ്പോഴും 100 കിടന്നോളുമല്ലോ എന്നും പറഞ്ഞ് ചാർജ് ചെയ്യരുത്. ബാറ്ററി ഏകദേശമൊക്കെ ഒരു പരുവായിട്ടിരിക്കും.
അപ്പോൾ ഓവർനൈറ്റൊക്കെ ചാർജ് ചെയ്തിടാം, വിഷയമൊന്നുമില്ല. അത് നിങ്ങളുടെ ബാറ്ററി തന്നെ നിങ്ങളുടെ ഫോണിന് മനസ്സിലാവും, ആ അവൻ ഇങ്ങനെയാണ് ഇടുന്നത്, വിഷയമില്ല എന്നൊക്കെ പറഞ്ഞ് അവർ സെറ്റാക്കി അവർ ആ മൈൻഡിലങ്ങ് എടുത്തോളും. അപ്പോൾ അതാണ് ടിപ്പ് നമ്പർ 3. അപ്പോൾ ടിപ്പ് നമ്പർ 4 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചാർജ് ചെയ്യാൻ നേരം ചൂടുള്ള സ്ഥലങ്ങളിൽ കൊണ്ട് വെക്കാതിരിക്കുക. മീൻസ് നമ്മൾ ഈ മറ്റേ പ്ലഗിൻ്റെ മണ്ടയ്ക്ക് ഒന്നെങ്കിൽ കൊണ്ട് കയറ്റി വെക്കും, അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ മണ്ടയ്ക്ക് കൊണ്ട് കയറ്റി വെക്കും. അതൊക്കെ ഒരുമാതിരി വേണ്ടാത്ത ഒരു കാര്യമാണ്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൺലൈറ്റ് അല്ലെങ്കിൽ സൂര്യപ്രകാശം ഫോണിൽ ഡയറക്റ്റ് അടിക്കുന്നിടത്ത് എവിടെയും കൊണ്ടുവെക്കുക. അതായത് പ്ലഗിൽ കൊണ്ട് കുത്തിയിട്ട് ജനലിൻ്റെ അവിടെ കൊണ്ടുവെക്കുക. അതൊക്കെ ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ബാറ്ററിയെ ബാധിക്കും, രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ഡിസ്പ്ലേ ബാധിക്കും. അതിപ്പോൾ നിങ്ങളുടെ ഏത് കൊലകൊമ്പ ഫോണാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതിപ്പോൾ ആപ്പിൾ എടുത്താലും OnePlus എടുത്താലും ഏതെടുത്താലും കുറേ നേരം നമ്മുടെ സൺലൈറ്റ് നമ്മുടെ ഡിവൈസിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും അവസ്ഥ. അപ്പോൾ അതൊന്ന് ഒഴിവാക്കുക. അപ്പോൾ ഹീറ്റ് സർഫേസിൽ കൊണ്ട് ഫോൺ ചാർജ് ചെയ്യാൻ വെക്കാതിരിക്കുക. അതാണ് ടിപ്പ് നമ്പർ 4. അപ്പോൾ 5th ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫോൺ ഇപ്പോൾ ഞാനൊരു ഫോൺ വാങ്ങിച്ചു. 2017 ഞാൻ ഫോൺ വാങ്ങിച്ചത്. അപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഉപയോഗിച്ച് 2020 ആയപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നു പെട്ടെന്ന്. അപ്പോൾ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ എന്തെടുത്തു, അപ്ഡേറ്റ് ചെയ്തു. ഭയങ്കര ഫീച്ചേഴ്സ് ഉണ്ടെന്നും പറഞ്ഞൊക്കെ അങ്ങ് അപ്ഡേറ്റ് ചെയ്ത് 2 GB അല്ലെങ്കിൽ 3 GB ഒക്കെ വെച്ച് അങ്ങ് അപ്ഡേറ്റ് ചെയ്ത് അടുത്ത OS ആക്കി സെറ്റാക്കി അങ്ങ് വെച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് ഫോൺ തോണ്ട് കിടക്കുന്നു. ഇങ്ങനെ പതുക്കെ എഴഞ്ഞെഴഞ്ഞു പോകുന്നു. അത് നമ്മുടെ ഫോണിൻ്റെ ഇത് പറയും, കമ്പനിക്കാർ പറയും, അപ്ഡേറ്റ് ചെയ്തു, പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ നമ്മളെന്തെടുക്കും, അപ്ഡേറ്റ് ചെയ്തു, ഫോൺ അങ്ങ് പോവുകയും ചെയ്തു. ഫോൺ അങ്ങ് ഭയങ്കര സ്ലോ ആയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫോൺ എന്ന് പറയുന്നത് ആ പഴയ ഫീച്ചറിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. നമ്മുടെ ആ പഴയ ഫീച്ചറിൻ്റെ കമ്പാറ്റബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ആ ഒരു സോഫ്റ്റ്വെയറിന് വേണ്ടിയിട്ട് സ്പീഡിൽ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സാധനമാണ്. അത് ഈ പുതിയ ഫീച്ചർ നമ്മുടെ ഫോണ് ഏറ്റെടുക്കത്തില്ല. അതാണ് വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കഴിവതും അങ്ങനത്തെ അപ്ഡേറ്റ്സ് ചെയ്യാതിരിക്കുക. ഇതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൊബൈൽ കമ്പനിക്കാർക്ക് ലാഭമാണ്. കാരണം നിങ്ങൾ അത്രയും ഡേറ്റ കൊടുത്ത് വാങ്ങിക്കുന്നു, അപ്പോൾ അവർക്ക് അത്രയും ലാഭം. അവരെങ്ങനെ പറയും, ചെയ്തോന്ന് പറയും. പക്ഷെ നിങ്ങൾക്കാണ് അതിൻ്റെ നഷ്ടം വരുന്നത്. അപ്പോൾ കൂടുതലും അത് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ അതാണ് ടിപ്പ് നമ്പർ 5. അപ്പോൾ ഗൈസ്, വീഡിയോ കണ്ടു കാണുമല്ലോ. ഈ 5 കാര്യങ്ങൾ ചെയ്താൽ അത്യാവശ്യം നിങ്ങളുടെ ബാറ്ററി നല്ല ബാക്കപ്പ് കാണുമായിരിക്കും എന്നല്ല, കാണും, ഞാൻ വാക്ക് തരുന്നു. അപ്പോൾ ഇനിയുണ്ട് ടിപ്സ്, പക്ഷേ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടും. അപ്പോൾ ഇനി ഞാൻ അടുത്ത ടിപ്സ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, സ്റ്റേ ട്യൂൺ.